ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് പ്ലേസ് ഓഫ് സപ്ലൈ ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്ലേസ് ഓഫ് സപ്ലൈ ഫോർ ഗുഡ്സ് ഫസ്റ്റ് വീഡിയോയിലും പ്ലേസ് ഓഫ് സപ്ലൈ ഫോർ സർവീസ് സെക്കൻഡ് വീഡിയോയിലുമായിട്ട് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാല്യൂ ഓഫ് സപ്ലൈ ആണ്. ഓക്കെ, ആദ്യമായിട്ട് പറയുന്നത് വാല്യൂ ഓഫ് സപ്ലൈ, ഒരു ടാക്സബിൾ സപ്ലൈൻ്റെ വാല്യൂ കാണുന്ന സമയത്ത് അതിൽ വരുന്ന ഒരു ടേമാണ് ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത് നോക്കാം. വാല്യൂ ഓഫ് എ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ഷാൾ ബി ദ ട്രാൻസാക്ഷൻ വാല്യൂ വിച്ച് ഈസ് ദ പ്രൈസ് ആക്ച്വലി പെയ്ഡ് ഓർ പേയബിൾ ഫോർ ദ സെറ്റ് supply of goods or service or both, where the supplier and the recipient of the supply are not related and the price is the sole consideration for the supply. So value of taxable supply, ഏതൊരു taxable supplyൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂ ആയിരിക്കും. ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ എത്രയാണോ എമൗണ്ട് പ്രൈസ് പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്, ആ പേയ്മെൻറ്റ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂ. ഫർദർ അവിടെ 2 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഈ സപ്ലയറും റെസിപ്പിയൻറ്റും എന്താവാൻ പാടില്ല, റിലേറ്റഡ് പേഴ്സൺസ് ആവാൻ പാടില്ല. അതുപോലെ തന്നെ അവിടെ പ്രൈസ് എന്ന് പറയുന്നതായിരിക്കണം സോൾ, അല്ലെങ്കിൽ ഒരേ ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് പ്രൈസ് ആയിരിക്കണം. ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് വാല്യൂ ഓഫ് എ ടാക്സബിൾ സപ്ലൈ എന്ന് പറയുന്നത് അതിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂ, അല്ലെങ്കിൽ ആ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്യുന്നതിന് എത്ര എമൗണ്ട് ആണോ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്, ആ എമൗണ്ട് ആണ് അതിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂ ആയിട്ട് വരിക. So it is applicable to both goods and services. Then transaction value is the price of the goods and service. Then price is the only form of consideration. The transaction should be between unrelated parties. ഈ 4 കൺസെപ്റ്റുകളാണ് നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്പെസിഫിക് ഇൻക്ലൂഷൻ. ഇങ്ങനെ നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ കാണുന്ന സമയത്ത് അതിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂവിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം, ഏതൊക്കെ എലമെൻറ്റ്സ് എക്സ്ക്ലൂഡ് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. സോ ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കേണ്ടത്? ഫസ്റ്റ് ആയിട്ട് പറയുന്നത് എനി ടാക്സസ്, ഡ്യൂട്ടീസ്, സെസ്, ഫീസ് ആൻഡ് ചാർജസ് ലെവീഡ് അണ്ടർ എനി ആക്ട് എക്സെപ്റ്റ് GST. ഓക്കെ, GST compensation cess will be excluded if charged separately by the supplier. So ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് എനി ടാക്സ്, ഡ്യൂട്ടീസ്, സെസ്, ഫീസ് ആൻഡ് ചാർജസ് അതർ ദാൻ GST. ഓക്കെ, സെക്കൻഡ് ഐറ്റം വരുന്നത് എന്താണ്? എനി എമൗണ്ട് ദാറ്റ് ദ സപ്ലയർ ഈസ് ലയബിൾ ടു പേ വിച്ച് ഹാസ് ബീൻ ഇൻകർഡ് ബൈ ദ റെസിപ്പിയൻറ്റ് ആൻഡ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൈസ്. സപ്ലയർ എന്താണ്? റെസിപ്പിയൻറ്റ് ഇൻകർ ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഭാഗമായിട്ട്, ഈ ഒരു പർച്ചേസിങ്ങിൻ്റെ ഭാഗമായിട്ട് റെസിപ്പിയൻ്റ് എന്തെങ്കിലും കോസ്റ്റ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സപ്ലയർ കൊടുക്കാൻ ലയബിൾ ആണെന്നുണ്ടെങ്കിൽ അത്തരം കേസിലും അതെന്താണ് ട്രാൻസാക്ഷൻ വാല്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടണം. തേർഡ് വൺ, ദ വാല്യൂ വിൽ ഇൻക്ലൂഡ് ഓൾ ഇൻസിഡൻ്റൽ എക്സ്പെൻസസ് ഇൻ റിലേഷൻ ടു സെയിൽ. ഓക്കെ, എന്താണ് ഇൻസിഡൻ്റൽ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ? പാക്കേജിങ്, കമ്മീഷൻ തുടങ്ങിയിട്ടുള്ള ഇൻസിഡൻ്റൽ എക്സ്പെൻസസും ഈ ട്രാൻസാക്ഷൻ വാല്യൂവിൽ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് എന്താണ്? സബ്സിഡീസ് ലിങ്ക്ഡ് ടു സപ്ലൈ എക്സെപ്റ്റ് ഗവൺമെൻറ് സബ്സിഡീസ് വിൽ ബി ഇൻക്ലൂഡഡ്. ഗവൺമെൻറ് സബ്സിഡീസ് ഒഴികെയുള്ള സപ്ലൈയുമായി ലിങ്ക് ചെയ്ത് വരുന്ന സബ്സിഡീസ് എല്ലാം എന്തിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം? ട്രാൻസാക്ഷൻ വാല്യൂ കാണുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ, പെനാൽറ്റി ഫോർ ഡിലൈഡ് പേയ്മെൻറ്റ് ഓഫ് കൺസിഡറേഷൻ വിൽ ബി ഇൻക്ലൂഡ്. ഓക്കെ, ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ, പെനാൽറ്റി എല്ലാം കൺസിഡറേഷനിൽ എന്താണ്? ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇനി എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഐറ്റം എന്ന് പറയുന്നത് എന്താണ്? എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഐറ്റം എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ആണ്. ഡിസ്കൗണ്ട് വിച്ച് ഈസ് ഗിവൺ ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് ദ സപ്ലൈ ആവാം, അതുപോലെ തന്നെ ആഫ്റ്റർ ദ സപ്ലൈ ഹാസ് ബീൻ ഇഫക്റ്റഡ്. ഈ 2 കേസിലും ഡിസ്കൗണ്ട് നൽകിക്കഴിഞ്ഞാൽ അത് നമ്മൾ ട്രാൻസാക്ഷൻ വാല്യൂ കാണുന്ന സമയത്ത് കൺസിഡർ ചെയ്യില്ല. then ഒരു എക്സാമ്പിൾ എടുക്കാം. എക്സ്, എ മാനുഫാക്ചറർ selling tools and hardware like drills, polishers, spaders, etc. He sells a power drill. He sells a power drill to Y, a wholesaler.
The MRP is rupees 6,000 but X sells it for rupees 4,000 before GST regime. So ഇവിടെ രണ്ട് രീതിയിലാണ് ഇതിൻ്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. GST വരുന്നതിന് മുൻപത്തെ വാല്യൂ ഓഫ് സപ്ലൈയും GST വന്നതിന് ശേഷം ഉണ്ടാകുന്ന വാല്യൂ ഓഫ് സപ്ലൈ ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന GSTയിൽ കൊടുക്കുന്ന ടാക്സിൻ്റെ എമൗണ്ടിനെയാണ് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി GST വരുന്നതിന് മുൻപാണെങ്കിൽ നമ്മൾ എത്ര ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരുമായിരുന്നു എന്ന് നോക്കാം. ഇവിടെ പോളിഷേഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? അയാളത് സെല്ല് ചെയ്യുന്നത് 4,000-നാണ് അല്ലേ. സോ 4,000 പ്ലസ് എക്സൈസ് ഡ്യൂട്ടി നമ്മൾ 12.5% വെച്ച് കൊടുക്കണം. ദാറ്റ് ഈസ് 500. ദെൻ സോ ടോട്ടൽ എത്രയായി? 4,500 ആയി. ഇനി അതിൻ്റെ മേലെ വാറ്റ് കൊടുക്കണം 14.5%. അത് ഈ 4,500-ൻ്റെ മേലെയാണ് 14.5% കാണുന്നത്. സോ 653 കിട്ടും. ആൻഡ് ടോട്ടൽ വാല്യൂ ഓഫ് സപ്ലൈ അവിടെ എത്രയായി മാറും? 5,153 ആയിട്ട് മാറും. ഇതായിരുന്നു മുൻപേ ഉണ്ടായിരുന്ന ടാക്സ് റെജീം എന്ന് പറയുന്നത്. പക്ഷേ GST വന്നതിന് ശേഷം ഇതിലെന്ത് വ്യത്യാസം വന്നു എന്ന് നോക്കാം. സോ വാല്യൂ ഓഫ് ഗുഡ്സ് എത്രയാണ്? അല്ലെങ്കിൽ പോളിഷേഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4,000 ആണ്. അതിനോടുകൂടി നമ്മൾ CGSTയും SGSTയും ആഡ് ചെയ്യുക. സേ 9% ആണ് അതിൻ്റെ ടാക്സ് റേറ്റ് എന്ന് ഇമാജിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4,000-ൻ്റെ മേലെ 9,000 CGSTയും അതുപോലെ SGSTയും വരുന്ന സമയത്ത് എന്താണ്? 4,000 പ്ലസ് 360 പ്ലസ് 360 വരും. സോ ടോട്ടൽ എത്ര വരും? 4,720 വരും. സോ ഡിഫറൻസ് നോക്കുക. GST വന്നത് കാരണം ടാക്സിൽ വന്നിട്ടുള്ള വാല്യൂ ഓഫ് സപ്ലൈയിൽ വന്നിട്ടുള്ള റിഡക്ഷൻ നോക്കുക. ഇനി വാല്യൂ ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് ചില റൂൾസ് ഫോളോ ചെയ്യണം. ആ റൂൾസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു 8 റൂൾസാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? വേർ ദ കൺസിഡറേഷൻ ഈസ് നോട്ട് ഹോളി ഇൻ മണി. സോ കൺസിഡറേഷൻ കൊടുത്തിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള കൺസിഡറേഷൻ മണി വാല്യൂവിലാണോ അല്ലയോ എന്നുള്ളത് ആദ്യം നോക്കണം. മണി വാല്യൂവിലാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കണ്ടീഷൻസ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ വാല്യൂ ഓഫ് സപ്ലൈ ഈസി ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. എന്നാൽ മണി വാല്യൂവിലല്ല, സം പാർട്ട് കൈൻഡിലാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. സോ ആ സമയത്ത് എങ്ങനെയാണ് വാല്യൂ ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യുന്നത്? അതാണ് റൂൾ 1-ൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ്? സപ്ലൈ ബിറ്റ്വീൻ ഡിസ്റ്റിങ്ക്റ്റ് ഓർ റിലേറ്റഡ് പേഴ്സൺസ് അതർ ദാൻ ട്രൂ ആൻഡ് ഏജന്റ്. അതായത് റിലേറ്റഡ് പേഴ്സൺസ് തമ്മിൽ സപ്ലൈ നടത്തുന്ന സമയത്ത് എങ്ങനെയാണ് വാല്യൂ ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്? ആൻഡ് തേർഡ് വൺ, സപ്ലൈ മെയ്ഡ് ഓർ റിസീവ്ഡ് ത്രൂ ആൻ ഏജന്റ്. ഏജന്റ് വഴി സപ്ലൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്? ദെൻ സപ്ലൈ ബേസ്ഡ് ഓൺ കോസ്റ്റ്. ആൻഡ് ഫിഫ്ത്ത് വൺ, റെസിജ്വൽ മെത്തേഡ്. Sixth one, rate of exchange of currency other than Indian rupees for a determination of value. Seventh one, value of supply inclusive of integrated tax, central tax, state tax, union territory tax. And eighth one, value of supply for imported goods and services under GST. So ഈ 8 കണ്ടീഷൻസിൽ അല്ലെങ്കിൽ 8 കേസസിൽ GSTൻ്റെ വാല്യൂ സപ്ലൈൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കിനി നോക്കാം. ഒന്നാമത്തെ കേസ് പറയുന്നത് വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് വേർ ദ കൺസിഡറേഷൻ ഈസ് നോട്ട് ഓൺലി ഇൻ മണി. സോ കൺസിഡറേഷൻ പാർട്ട്ലി കൈൻഡ് ആയിട്ടും പാർട്ട്ലി മണി ആയിട്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നതെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ഹോളി കൈൻഡിലാണ് പേയ്മെൻറ്റ് നടത്തുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ബാർട്ടർ സിസ്റ്റം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫേഴ്സ് ആണെന്ന് വിചാരിക്കുക. ഈ 3 കണ്ടീഷനിലും വാല്യൂ ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ നോക്കുക. ഓപ്പൺ മാർക്കറ്റ് വാല്യൂ സച്ച് സപ്ലൈ നോക്കുക. ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഇനി അവൈലബിൾ അല്ലെങ്കിൽ, ഇഫ് എ ഈസ് നോട്ട് അവൈലബിൾ, നമ്മൾ അടുത്ത കണ്ടീഷനിലേക്ക് പോവാം. അതെന്ന് പറയുന്നത് എന്താണ്? കൺസിഡറേഷൻ ഇൻ മണി പ്ലസ് ഇക്വലൻറ്റ് എമൗണ്ട് ഓഫ് ദ കൺസിഡറേഷൻ നോട്ട് ഇൻ മണി എന്നുള്ളതാണ്. ഓക്കെ, കൺസിഡറേഷൻ ഇൻ മണി പ്ലസ് ഇക്വലൻ്റ് എമൗണ്ട് ഓഫ് കൺസിഡറേഷൻ നോട്ട് ഇൻ മണി. ദെൻ ബിയും അവൈലബിൾ അല്ലെങ്കിൽ, അതായത് മണിയിലുള്ള കൺസിഡറേഷനും അതുപോലെ ആ മണീൻ്റെ വാല്യൂവിലേക്ക് ഇക്വേറ്റ് ചെയ്യുക, ഇക്വലൻ്റ് മണി
എടുക്കുക. സോ കൺസിഡറേഷൻ മണിയിൽ എത്ര പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, ദെൻ പ്ലസ് നമ്മളിപ്പോൾ കൈൻഡിലാണ് ബാക്കി പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കൈൻഡിൻ്റെ ഇക്വലൻ്റ് പാർട്ട് ഓഫ് മണി എടുക്കുക. അത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നതാണ് സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കേസിൽ നമ്മൾ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്. ഓപ്പൺ മാർക്കറ്റ് അതായത് മാർക്കറ്റിലെ വാല്യൂ അവൈലബിൾ അല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകുന്നത്. ഇനി നോക്കാം, ബിയും അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ നേരെ എങ്ങോട്ടേക്ക് പോകും, സിയിലേക്ക് പോകും. സി എന്ന് പറയുന്നത് എന്താണ്, വാല്യൂ ഓഫ് ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസസ്. അതേ കൈൻഡിലുള്ള ക്വാളിറ്റിയിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ ആണ് നമ്മൾ സി സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ എടുക്കുന്നത്. ഇനി നോക്കാം, ഇഫ് സി ഈസ് നോട്ട് അവൈലബിൾ, സിയും അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ നേരെ പോകുന്നത് ഡിയിലേക്കാണ്. അതായത് കൺസിഡറേഷൻ ഇൻ മണി പ്ലസ് ഇക്വലൻ്റ് എമൗണ്ട് ഓഫ് കൺസിഡറേഷൻ നോട്ട് ഇൻ മണി ആസ് ഡിറ്റർമൈൻഡ് അണ്ടർ റൂൾ 4 or 5. ഓക്കെ, സോ നമ്മൾ ഇത്രയും, അതായത് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അവൈലബിൾ അല്ല, കൺസിഡറേഷൻ ഇൻ മണി പ്ലസ് ഇക്വലൻ്റ് എമൗണ്ട് ഓഫ് കൺസിഡറേഷൻ നോട്ട് ഇൻ മണിയും അവൈലബിൾ അല്ല, വാല്യൂ ഓഫ് ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസസും അവൈലബിൾ അല്ലെങ്കിൽ മാത്രം നമ്മൾ ഫോർത്ത് സ്റ്റേജിലേക്ക് പോവുകയുള്ളൂ. ആ ഫോർത്ത് സ്റ്റേജിൽ നമ്മൾ റൂൾ 4 or 5 പ്രകാരമാണ് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. അത്രയും ഓർത്ത് വയ്ക്കുക. ഇനി രണ്ടാമതായിട്ട് വരുന്നത് എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് റിലേറ്റഡ് പേഴ്സൺസിൻ്റെ കേസിൽ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ആണ് നടത്തുന്നതെങ്കിൽ, റിലേറ്റഡ് പേഴ്സൺസ് തമ്മിലാണ് ഈ ഒരു ഗുഡ്സ് ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ അവിടെ എങ്ങനെയാണ് വാല്യൂ ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഒന്നാമത്തെ കേസിൽ എന്താണ്, അത് നമ്മൾ എടുക്കേണ്ടത് എന്താണ് റിലേറ്റഡ് പേഴ്സൺസ് എന്ന് നോക്കാം. ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ ആസ് പെർ സെക്ഷൻ 25 റിലേറ്റഡ് പേഴ്സൺസിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് പ്രകാരമുള്ള ട്രാൻസാക്ഷൻസ്, അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ വിൽ ഹാവ് ദ സെയിം പാൻ നമ്പറുള്ള രണ്ട് പേഴ്സൺസ് തമ്മിലുള്ള ട്രാൻസാക്ഷൻസും നമുക്ക് എന്തെന്ന് പറയാം, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ആയിട്ട് പറയാം. ദെൻ റിലേറ്റഡ് പേഴ്സൺസ് ആർ നോട്ട് ദ ഏജൻറ്റ്സ്, അവിടെ ഏജൻറ്റ് ഉണ്ടാവാൻ പാടില്ല. Then price is the sole consideration if the goods are not intended for further sale. Okay, ആ ഗുഡ്സ് ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സ് എന്തായിരിക്കരുത്, ഫർദർ സെയിലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കരുത്. ഓക്കെ, ഈ 4 കണ്ടീഷൻസാണ് റിലേറ്റഡ് പാർട്ടീൻ്റെ കേസിൽ പറയുന്നത്. ഇത്തരം കേസിൽ എങ്ങനെയാണ് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുക? നമ്മൾ ആദ്യം നോക്കേണ്ടത് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ആണ്. ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അവൈലബിൾ അല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകുന്നത്. അതായത് വാല്യൂ ഓഫ് ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസസ് നോക്കും. ഇനി അതും അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് നോക്കും, റൂൾ 4 or 5 പ്രകാരം വാല്യൂ ഡിറ്റർമൈൻ ചെയ്യും. ഇനി ഇതുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് ഫാക്ട് കൂടി പറയാനുണ്ട്. ഇവിടെ സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആർ ഇൻറ്റൻഡഡ് ഫോർ ഫർദർ സപ്ലൈ ബൈ ദ റെസിപ്പിയൻ ടു എ നോൺ റിലേറ്റഡ് പേഴ്സൺ. ദെൻ ദ സപ്ലയർ മേ എക്സസൈസ് ഹിസ് റൈറ്റ് ടു വാല്യൂ ദ സപ്ലൈസ് അറ്റ് 90% ഓഫ് ദി ഈ ഒരു സപ്ലൈ ഫർദർ സപ്ലൈക്ക് വേണ്ടിയിട്ട് ഈ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ റെസിപ്പിയൻ്റ് എത്രയാണോ സിമിലർ ക്വാളിറ്റി അല്ലെങ്കിൽ സിമിലർ കൈൻഡ് ഓഫ് ഗുഡ്സിന് എത്രയാണോ ചാർജ് ചെയ്യുന്ന പ്രൈസ് അതിൻ്റെ 90% ആയിരിക്കും ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഒന്നും കൂടി ശ്രദ്ധിക്കുക. അതായത് ഫർദർ സെയിലിൻ്റെ കേസിൽ, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്ന റെസിപ്പിയൻ്റ് വീണ്ടും ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് സെയിൽ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പർച്ചേസിങ് നടത്തുന്നതെങ്കിൽ അവിടെ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എത്രയായിരിക്കും? അയാൾ സിമിലർ ക്വാളിറ്റി ഓഫ് ഗുഡ്സിന്, സെയിം ക്വാളിറ്റി അതുപോലെ സെയിം കൈൻഡ് ഓഫ് ഗുഡ്സിന് എത്രയാണോ പ്രൈസ് ചാർജ് ചെയ്യുന്നത് ആ പ്രൈസിൻ്റെ 90% ആയിരിക്കും വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു കേസിൽ റെസിപ്പിയൻറ്റിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫുള്ളായിട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് അയാൾ എലിജിബിൾ ആയിരിക്കുകയും ചെയ്യും. നെക്സ്റ്റ് നമ്മൾ റൂൾ 3 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് മെയ്ഡ് ഓർ റിസീവ്ഡ് ത്രൂ ആൻ ഏജൻറ്റ്.
ഏജൻറ്റ് വഴി സപ്ലൈ ഓഫ് ഗുഡ്സ് റിസീവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യപ്പെടുക എന്നുള്ളതാണ്. സോ ഏജൻറ്റിൻ്റെ കേസിൽ ആദ്യം നമ്മൾ എടുക്കേണ്ടത് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ആണ്, അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ സപ്ലൈ ഓർ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ സപ്ലയർ 90% ഓഫ് ദ പ്രൈസ് ചാർജ്ഡ് ഫോർ ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി ബൈ ദ റെസിപ്പിയൻറ്റ് ടു ഹിസ് കസ്റ്റമേഴ്സ് നോട്ട് ബീയിങ് എ റിലേറ്റഡ് പേഴ്സൺസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതായത് അയാൾ സെയിം ക്വാളിറ്റി അല്ലെങ്കിൽ സെയിം കൈൻഡ് ഓഫ് ഗുഡ്സിന് റെസിപ്പിയൻറ്റ് ചാർജ് ചെയ്യുന്ന പ്രൈസിൻ്റെ 90% ആണ് എന്തെന്ന് പറയുന്നത് വാല്യൂ ഓഫ് ദ സപ്ലൈ ആയിട്ട് വരുന്നത്. പക്ഷേ ഇങ്ങനെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ ഈ 90% ഓഫ് ദ പ്രൈസ് ഏതാണോ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ആരാണ്? സപ്ലയറാണ്. അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ സപ്ലയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇത് രണ്ടും അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ ഏത് അപ്ലൈ ചെയ്യണം? റൂൾ 4 and 5 അപ്ലൈ ചെയ്യണം. ഓക്കെ. ഇനി നാലാമത്തെ റൂൾ എന്താണ്? വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ബേസ്ഡ് ഓൺ കോസ്റ്റ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞു റൂള് 4 and 5 അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. ആ റൂള് 4 ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. റൂള് 4 അപ്ലൈ ചെയ്യുന്നത് എപ്പോഴാണ്? വാല്യൂ ഓഫ് സപ്ലൈ ഇസ് നോട്ട് ഡിറ്റർമിനബിൾ അണ്ടർ എനി ഓഫ് ദ പ്രിസീഡിങ് റൂൾസ് 1, 2, 3. ഈ മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു റൂള് പ്രകാരം, അതായത് നമുക്ക് മാർക്കറ്റ് വാല്യൂ, ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അവൈലബിൾ അല്ല, മണി വാല്യൂ ഓഫ് കൺസിഡറേഷൻ അവൈലബിൾ അല്ല, നമുക്ക് വാല്യൂ ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് റൂൾ 4ലേക്ക് പോവാം. റൂൾ 4 എന്താണ് പറയുന്നത്? വാല്യൂ ടു ബി അസർട്ടൈൻഡ് അറ്റ് 110% of the cost of the production or manufacture or cost of acquisition of such goods or cost of provision of such service. ഇവിടെ നമ്മൾ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് 110% ആണ്. എന്തിന് 110% ആണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെയോ, കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ്ങിൻ്റെയോ, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെയോ, അതുപോലെ ഇനി സർവീസിൻ്റെ കേസാണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊവിഷൻ്റെയോ 110% ആണ് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അതാണ് റൂൾ 4 പറയുന്നത്. സോ റൂൾ 4 എത്രയാണ്? 110% ആണ് പറയുന്നത്. റൂൾ 5 എന്താണ് പറയുന്നത്? റെസിജ്വൽ മെത്തേഡ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ദ വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ ബോത്ത്. റെസിജ്വൽ മെത്തേഡാണ് റൂൾ 5 പറയുന്നത്. ഇതെപ്പോഴാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? വാല്യൂ ഓഫ് സപ്ലൈ ഇസ് നോട്ട് ഡിറ്റർമിനബിൾ അണ്ടർ എനി ഓഫ് ദ പ്രിസീഡിങ് റൂൾസ് 1 to 4. അതായത് 1 മുതൽ 4 വരെ, നമ്മളിപ്പോൾ പറഞ്ഞ 4 വരെയുള്ള ഒരു റൂളും അപ്ലിക്കബിൾ അല്ലെങ്കിൽ നമ്മൾ ഏതിലേക്ക് പോകണം എന്നാണ് പറയുന്നത്? റൂൾ 5ലേക്ക് പോകണം എന്നാണ് പറയുന്നത്. റൂൾ 5 ഏതാണ്? റെസിജ്വൽ മെത്തേഡാണ്. ഇവിടെ എങ്ങനെയാണ് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത്? Value to be ascertained using reasonable means consistent with the principles and general provisions of section 15 and these rules. അതായത് ഇവിടെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത് റീസണബിൾ മീൻസിലൂടെ ആയിരിക്കണം. അതായത് reasonable means consistent with the principles and general provisions of section 15. ഓക്കെ, സെക്ഷൻ 15 പ്രകാരം പറഞ്ഞിട്ടുള്ള റീസണബിൾ മീൻസിലൂടെ ആയിരിക്കണം വാല്യൂ ഡിറ്റർമൈൻ ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ് റൂൾ 5 പറഞ്ഞിട്ടുള്ളത്. ഇനി 6ഉം 7ഉം 8ഉം അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.